തന്റെ വിശ്വസ്തനെ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ തലവനായി നിശ്ചയിച്ചു ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേലിനെയാണ് സുപ്രധാന പദവിയിൽ നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാഷ് പട്ടേൽ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ CIA തലവനാകും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ FBI ഡയറക്ടറായാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് കശ്യപ് പട്ടേൽ എത്തിയിരിക്കുന്നത്. നേരത്തെ FBIക്കെതിരെ വിമർശനമുന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. FBI പിരിച്ചുവിടണമെന്നും അതുപോലെ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിമർശകനാണ് പട്ടേൽ. പലപ്പോഴും സർക്കാരിനുള്ളിൽ ഗൂഢാലോചനക്കാർക്കെതിരെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. കശ്യപിനെ നിയമിച്ചതോടെ ട്രംപ് തന്റെ വിശ്വസ്തനെ സുപ്രധാന സ്ഥാപനങ്ങളിൽ നിയമിക്കുമെന്നതിന്റെ തെളിവാണിത്. സാമൂഹിക മാധ്യമമായ സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം എത്തിയത്. കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് നിലപാടുള്ള ചാമ്പ്യനുമാണ്. അഴിമതി തുറന്നുകാട്ടാനും നീതിയെ സംരക്ഷിക്കാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനും തന്റെ കരിയർ ചെലവഴിച്ചു, ട്രംപ് സോഷ്യലിൽ കുറിച്ചു. ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി അമേരിക്കയിൽ ജനിച്ചു വളർന്ന കശ്യപ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരുടെ മകനാണ് കശ്യപ്. ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചത് പട്ടേലായിരുന്നു. അന്ന് നിരവധി ഓപ്പറേഷനുകളാണ് പട്ടേൽ നടത്തിയത്. ISISനും അൽ-ഖ്വയ്ദയ്ക്കും എതിരെയുള്ള അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ISIS തലവൻ അബൂബക്കർ അൽ ബഗ്ദാദിയും അതുപോലെ അൽ-ഖ്വയ്ദ കമാൻഡർ കാസിം അൽ റിമിയെയും വധിച്ച പദ്ധതികൾക്ക് രൂപം നൽകിയത് പട്ടേലായിരുന്നു. സെനറ്റിലും വൻ വിജയം കരസ്ഥമാക്കിയതോടെ അവിടെയും റിപ്പബ്ലിക്കന്മാർക്കാണ് ആധിപത്യം. ട്രംപ് പ്രസിഡന്റായ ആദ്യ ടേമിൽ അഭിഭാഷകനായ കശ്യപ് പട്ടേലിനെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ CIA ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ഗുജറാത്തി വംശജനായ കശ്യപ് പട്ടേലിന്റെ മാതാപിതാക്കൾ കിഴക്കൻ ആഫ്രിക്കയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് 1970കളിൽ ഉഗാണ്ടയിൽ നിന്ന് US കുടിയേറുകയായിരുന്നു. 1980 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലാണ് പട്ടേൽ ജനിച്ചു വളർന്നത്. നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുടെ മുതിർന്ന ഉപദേശകനായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. UK യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലോസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദം നേടിയ അദ്ദേഹം പട്ടേൽ റിച്ച്മണ്ട് സർവകലാശാലയിൽ ബിരുദ പഠനം പൂർത്തിയാക്കി. ഒരു പബ്ലിക് ഡിഫൻഡറായി തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, സംസ്ഥാന ഫെഡറൽ കോടതികളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തു. ട്രംപിന് വേണ്ടി എന്തും ചെയ്യുന്നയാൾ എന്നാണ് പട്ടേൽ അറിയപ്പെടുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഉപദേഷ്ടാവായി പട്ടേൽ നിയമിതനാകുന്നത്. 2019 നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പട്ടേൽ അംഗമായി. പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിന് പട്ടേലിലുണ്ടായിരുന്ന വിശ്വാസം വളർത്തുകയായിരുന്നു.